പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യു.പിയിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേള ആദ്യ സമയങ്ങളിൽ വളരെയധികം ഭക്തി സാന്ദ്രമായിട്ടായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊരു ആഭാസ കുംഭമേളയായി മാറിയിരിക്കുകയാണ്. ഇത് എൻ്റെ അഭിപ്രായമല്ല, ദേശീയ മാധ്യമങ്ങളാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത്. പൊതുസമൂഹത്തെ ഒന്നാകെ ഞെട്ടിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ കുംഭമേളയിൽ പ്രധാനമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങളാണ് ഈ ഭക്തി സാന്ദ്രമായിട്ട് നടക്കേണ്ട ഈ കുംഭമേളയെ ഒരു ആഭാസ കുംഭമേളയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. ആ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കാണൂ, അതിനുശേഷം ബാക്കി കാര്യം നമുക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ മാത്രമല്ല, ഇനിയൊരു വീഡിയോ കൂടെ ഉണ്ട്, അതും കൂടെ പ്ലേ ചെയ്യാം. അതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 144 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു മഹാകുംഭമേള നടക്കുന്നത്. ഇവിടെ പ്രയാഗ്രാജിൽ മാത്രമല്ല 4 സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും ഇവരിങ്ങനെ സ്നാനം നടത്തുന്നത്, അതായത് പുണ്യ സ്നാനം നടത്തുന്നത്. അതിനൊരു പിന്നിലൊരു ചരിത്രമുണ്ട്. അത് ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് വിശദീകരിക്കാം. അതായത് ദേവന്മാരും അസുരന്മാരും കൂടെ ചേർന്ന് അമൃത് കടയുന്ന ആ ഒരു ഭാഗമൊക്കെ എല്ലാ ആളുകളും വായിച്ചിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ അമൃത് കടഞ്ഞതിന് ശേഷം ഈ അമൃത് ലഭിക്കുന്നു. ഇതൊരു കുടത്തിൽ, അതായത് കുംഭത്തിലാക്കി ഇത് ദേവന്മാര് ഇതും കൊണ്ട് കടന്നു കളയുന്നു. അതായത് അസുരന്മാർക്ക് കൊടുക്കണം, അതായത് അത് കൊടുക്കണം എന്നുള്ളതാണ് എഗ്രിമെന്റ് ഉള്ളത്. എന്നാൽ ആ എഗ്രിമെന്റ് ലംഘിച്ചുകൊണ്ട് ഈ ദേവന്മാര് ഈ അമൃത കുംഭം കൊണ്ട് കടന്നു കളയുകയാണ് ചെയ്യുന്നത്. ഏകദേശം 12 ദിവസമാണ് ഈ അസുരന്മാരെ ഒളിച്ച് ഈ ദേവന്മാര് ഇങ്ങനെ ഒളിച്ചു നടന്നത്, ഈ കുംഭം കൊണ്ട്, അതായത് ഈ അമൃത കുംഭം കൊണ്ട് ഒളിച്ചു നടന്നത്. അപ്പോൾ ഈ അമൃത കുംഭം ഏകദേശം 4 സ്ഥലങ്ങളിലാണ് ഇവർ കൊണ്ടുവന്ന് വെച്ചത്, ഈ ഒളിച്ചു കിടക്കുന്ന സമയത്ത് വെച്ചത്. ആ 4 സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിൻ. ഈ പറഞ്ഞ 4 സ്ഥലങ്ങളിലെ പ്രയാഗ്രാജിലാണ് ഇപ്പോൾ ഈ മഹാകുംഭമേള നടക്കുന്നത്. അതായത് കിലോമീറ്റർ കണക്കിന് ആളുകൾ യാത്ര ചെയ്ത് വന്നാണ് ഇവിടെ പുണ്യ സ്നാനം ചെയ്യുന്നത്. അതെല്ലാവരും ഈ മാധ്യമങ്ങളൊക്കെ വഴി കാണുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ കോടിക്കണക്കിന് ആളുകളാണ് ഇതിനോടകം വന്ന് ഇവിടെ പുണ്യസ്നാനം ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്താണ് ഇത്തരത്തിൽ കിലോമീറ്റർ കണക്കിന് യാത്ര ചെയ്ത് വന്ന് അവിടുന്ന് വലിയ വിലകളൊക്കെ കൊടുത്ത് ഈ പൂജാ സാധനങ്ങളൊക്കെ വാങ്ങി ഇവര് പുണ്യസ്നാനം ചെയ്യാൻ വേണ്ടി ഈ നദിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ വന്ന് ആളുകൾ അവർ പൂജ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോവുകയാണ്. തേങ്ങ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് യു.പിയിൽ നല്ല ദാരിദ്ര്യമുള്ള കാര്യം എല്ലാ ആളുകൾക്കും അറിയാം. അത്തരത്തിലുള്ള ആളുകൾക്ക് ഇതൊരു വലിയ വരുമാന മാർഗമാണ് എന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള വീഡിയോകൾ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് യൂട്യൂബിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളിലോ ഒന്നും വരത്തില്ല. കൂടുതലായിട്ട് ഇൻസ്റ്റഗ്രാമിലും എക്സിലും ഒക്കെയാണ് ഇത് കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പുണ്യസ്നാനം ചെയ്യാൻ വരുന്ന ആളുകൾ ഇങ്ങനെ 100 കണക്കിന് രൂപ മുടക്കി ഇങ്ങനെ പുണ്യസ്നാനത്തിന് വേണ്ടിയുള്ള പൂജാ കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ പുണ്യസ്നാനം ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്തെ കയ്യിൽ നിന്നും ആളുകൾ ഇത് തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു വേറൊരു വീഡിയോ കൂടെ ഒന്ന് കാണാം. നിങ്ങൾ ഈ ഒരു വീഡിയോയും കണ്ടല്ലോ. അതായത് ഏകദേശം 17,000 കോടി രൂപയാണ് ഈ യു.പി സർക്കാർ ഇവിടെ ഈ ഒരു കുംഭമേളയ്ക്ക് വേണ്ടി മുടക്കിയിരിക്കുന്നത്. അവിടെ നമുക്കറിയാം, ഈ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകൾ, അതായത് വലിയ ധനികരായിട്ടുള്ള ആളുകളും രാഷ്ട്രീയത്തിലുള്ള ആളുകളും വലിയ നേതാക്കന്മാരും ബിൽഗ്രേറ്റിനെ പോലുള്ള വലിയ വ്യവസായികളൊക്കെ, അതായത് വിദേശത്തു നിന്നുള്ള കുറെ ആളുകളൊക്കെ വന്ന് ഇങ്ങനെ പുണ്യസ്നാനം ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വിദേശികളൊക്കെ വരുന്നത് അത് ടൂറിസ്റ്റ് വിസയിൽ വരികയാണ്. അവർ ഇങ്ങനെ ടൂറിസം എന്ന രീതിയിൽ അവരിങ്ങനെ കാഴ്ചകൾ കാണുവാൻ വരുന്നതാണ്. അപ്പൊ അവർക്കൊന്നും അതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ VIP-കളായിട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഈ പ്രയാഗ്രാജിലുണ്ട്. എന്നാൽ ഈ വലിയ രീതിയിൽ ഒരുപാട് കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിനിലൊക്കെ ഇടിയൊക്കെ കൊണ്ട് ഇങ്ങനെ വരുന്ന ആളുകൾ അവിടെ വന്ന് ഇങ്ങനെ പുണ്യസ്നാനത്തിന് ഇറങ്ങുന്ന സമയത്ത് അവിടെ പിടിച്ചുപറിക്കാരാണ് കൂടുതലായിട്ടുള്ളത്. അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ കോടിക്കണക്കിന് ആളുകളാണ് ആ നദിയുടെ തീരങ്ങളിൽ ഇങ്ങനെ തമ്പടിച്ച് ഇങ്ങനെ പുണ്യസ്നാനം ചെയ്യാൻ വേണ്ടി അവിടെ ക്യൂ നിൽക്കുന്നത്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതായത് അവിടെ പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ പോലുള്ള സ്ഥലങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടാണ് ഇവര് ഈ പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് എങ്ങനെയെങ്കിലും ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ ഇറങ്ങി വന്ന് ഒന്ന് പുണ്യസ്നാനം ചെയ്യാന്നുള്ള ആഗ്രഹത്തിൽ വന്ന് മുങ്ങുന്ന സമയത്താണ് കയ്യിലിരിക്കുന്ന എല്ലാ സാധനങ്ങളും
ഇതുപോലെ UP-യിലുള്ള കുറെ ആളുകൾ വന്ന് ഇങ്ങനെ അടിച്ചോണ്ട് പോകുന്നത്. വളരെ ഭക്തിപൂർവ്വം നടക്കേണ്ട ഈ ഒരു കുംഭമേളയെ ആവാസ കുംഭമേളയായി മാറ്റുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു ഗുരുതര പ്രശ്നമാണ്. അതായത് നമുക്കറിയാം, ഒരുപാട് ആളുകൾ വന്ന് ഇങ്ങനെ പുണ്യസ്നാനം ചെയ്യുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ധാരാളമായി സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഈ സ്ത്രീകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് വലിയൊരു ലോബി തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം, ഇങ്ങനെ വെള്ളത്തിൽ വന്ന് സ്നാനം ചെയ്യുന്ന സമയത്ത് അവരിട്ടിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ നനയും. പ്രത്യേകിച്ച് ഇങ്ങനെ നോർത്ത് ഇന്ത്യയിൽ പെടുന്ന ആളുകളൊക്കെ പ്രത്യേക രീതിയിലുള്ള ചുരിദാറുകളും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള ഡ്രസ്സുകളാണ് ഇട്ടിരിക്കുന്നത്. അതൊക്കെ നനയുന്ന സമയത്ത് അടിവസ്ത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കാണും. ഇതൊക്കെയും വളരെ ദൂരെ ഇരുന്ന് നല്ല ഫോക്കസ് ഉള്ള ക്യാമറകളും അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളും ഉപയോഗിച്ച് അതൊക്കെ ചിത്രീകരിക്കുകയാണ്. വീഡിയോ ആയിട്ടും ഫോട്ടോ ആയിട്ടും ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന വലിയൊരു ലോബി ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പോലീസിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. ഇവിടുത്തെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്ത്രീകളും അതുപോലെ തന്നെ പെൺകുട്ടികൾ, അതായത് 8 വയസ്സ് മുതൽ ഈ 15-16 വയസ്സുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ പുണ്യസ്നാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവര് കരയ്ക്കോട്ട് കയറി കഴിഞ്ഞാൽ ഇവരുടെ നനഞ്ഞ ഡ്രസ്സ് മാറുവാനുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങളും സാധാരണപ്പെട്ട ആളുകൾക്ക് അവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അവരുടെ ഗതികേട് കൊണ്ട് അവരിങ്ങനെ കരയ്ക്ക് കയറി എന്ന് പരസ്യമായിട്ട് ഇവരുടെ നനഞ്ഞ ഡ്രസ്സുകൾ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വലിയ ലോബി വളരെ ദൂരെ ഇരുന്ന് വലിയ ഫോക്കസ് ഉള്ള ക്യാമറകളും അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളും ഉപയോഗിച്ച് വീഡിയോകളായിട്ടും അതുപോലെ തന്നെ ചിത്രങ്ങളായിട്ടും ചിത്രീകരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് കച്ചവടം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം, യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലും ഇത്തരം വീഡിയോകളും അതുപോലെ ചിത്രങ്ങളും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഉണ്ടായതുകൊണ്ട് അതൊക്കെയും ഈ ചാനലുകൾ, അതായത് ഈ യൂട്യൂബും അതുപോലെ തന്നെ ഫേസ്ബുക്കും ഒക്കെ അത് നീക്കം ചെയ്യും. എന്നാൽ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ഈ ടെലഗ്രാമിലും ഇതൊക്കെ ഇടുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ടെലഗ്രാം വഴിയാണ് ഇതിന്റെ കച്ചവടങ്ങൾ പ്രധാനമായിട്ട് നടക്കുന്നത്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചെന്ന് ഈ കുംഭമേളയെ കുറിച്ചൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് ചിത്രങ്ങളും വീഡിയോകളും നമുക്ക് കാണുവാൻ കഴിയും. ഏതൊക്കെയോ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ഈ 7-8 വയസ്സും പ്രായമുള്ള പെൺകുട്ടികൾ, 15 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെ 50 വയസ്സ് പ്രായമുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള ഫോട്ടോസുകളും വീഡിയോകളും, വളരെ നഗ്നതയുള്ള വീഡിയോകളും ഫോട്ടോസുകളും ഇവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മളത് പ്ലേ ചെയ്ത് നോക്കുന്ന സമയത്ത് അത് ഒരു ട്രെയിലർ പോലാണ് ഇവർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നേരെ അവരുടെ ടെലഗ്രാമിന്റെ ലിങ്ക് അതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം ടെലഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ടെലഗ്രാമിലേക്ക് ചെല്ലും. ടെലഗ്രാമിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മെമ്പർഷിപ്പാണ്. അതായത് 1000 മുതൽ 5000 രൂപ വരെ അവിടെ മെമ്പർഷിപ്പ് എടുത്തെങ്കിൽ മാത്രമേ ആ ടെലഗ്രാം ലിങ്കിൽ കയറുവാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ, കുറച്ചും കൂടെ വൾഗറായിട്ടുള്ള വീഡിയോകൾ ധാരാളമായിട്ട് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിൽ ഈ 500 രൂപയോ അല്ലെങ്കിൽ 1000 രൂപയോ അല്ലെങ്കിൽ 5000 രൂപയോ കൊടുത്ത് മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾക്ക്, അതായത് 100 രൂപ മുതൽ മെമ്പർഷിപ്പ് ഉണ്ട്, അത്തരത്തിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾക്ക് ഈ പ്രയാഗ്രാജിൽ ഇങ്ങനെ കുളിക്കാൻ വരുന്ന സ്ത്രീകളുടെ, അതായത് ഈ പുണ്യസ്നാനം ചെയ്യാൻ വരുന്ന സ്ത്രീകളുടെ നഗ്ന വീഡിയോകളും അതുപോലെ ചിത്രങ്ങളും എല്ലാം വളരെ സുലഭമായിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പോലീസിന്റെ ഒരു വലിയ കണ്ടെത്തൽ എന്ന് പറയുന്നത്. ഇതൊരു വലിയ ലോബിയാണ്. അതായത് കഴിഞ്ഞിടയ്ക്ക് ഗുജറാത്തിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലില് ലേബർ റൂമിൽ ഒളിക്യാമറ വെച്ച് അവിടുത്തെ ചിത്രങ്ങളും വീഡിയോകളൊക്കെ പകർത്തി ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്ത് അത് വലിയ രീതിയിൽ വൈറലായ വീഡിയോകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ലോബികളാണ് ഇത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ നഗ്ന വീഡിയോകളും ഫോട്ടോകളും ഒക്കെ ഇങ്ങനെ ചിത്രീകരിച്ച് ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നത്. അത് മെമ്പർഷിപ്പ് വെച്ചിട്ട് ശേഷം അതിൽ നിന്നൊക്കെ പണം സമ്പാദിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വലിയ ലോബിയായിട്ട് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ പരാതിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ UP സർക്കാരും അവിടുത്തെ പോലീസ് കമ്മീഷണറൊക്കെ ഇത് ടെലഗ്രാമിനോട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ആരാഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇതിന്റെ ഇടയിൽ കണ്ടെത്തലുകൾ വരുന്നുണ്ട് എങ്കിൽ പോലും, ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള വീഡിയോകളും ചിത്രങ്ങളും വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളോ കുട്ടികളോ ഒന്നും ഇത് അറിയുന്നില്ല. അവര് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ്. ഒരു തവണ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള വീഡിയോകളും ഫോട്ടോകളും അപ്ലോഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ ഇങ്ങനെ പ്രചരിക്കുന്ന സമയത്ത് ഇവരുടെ മക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് കാണും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കോടിക്കണക്കിന് ആളുകൾ ഈ ഒരു കുംഭമേളയിൽ പുണ്യസ്നാനത്തിന് വേണ്ടി എത്തും എന്നുള്ള കാര്യം UP സർക്കാരിന് അറിയാം. അതിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടാവും എന്നുള്ള കാര്യവും സർക്കാരിന് അറിയാം. എന്നാൽ അവർക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇത്തരം പുണ്യസ്നാനത്തിന് വേണ്ടി കടന്നു വന്ന ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള വലിയ ലോബികൾ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ അനുവാദമില്ലാതെ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ വീഡിയോകളും ചിത്രങ്ങളും
പകർത്തി അവർ സോഷ്യൽ മീഡിയയിൽ കച്ചവടം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല. 144 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ ഒരു മഹാകുംഭമേളയിൽ ഇതുപോലെ ദുരുദ്ദേശത്തോടു കൂടി ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്ന് പലവിധമായിട്ടുള്ള കാര്യങ്ങൾ നടത്തി ഈ പുണ്യ കുംഭമേളയെ ഒരു ആവാസ കുംഭമേളയാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനെതിരെ UP സർക്കാരും UPയിലെ പോലീസും ശക്തമായ രീതിയിൽ ഇടപെടുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.